ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഡെയ്സിയുടെ ഈ വരവ് ഇന്ന് 2 വീടുകളിൽ ഒരു ആഘോഷമാക്കേണ്ടതായിരുന്നു. പോട്ടെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ യാത്ര പറയാൻ തിരിച്ചെത്തുമ്പോൾ നീ താഴെ ഉണ്ടാവണം. അപ്പോ അവരെ ഒന്നും അറിയിക്കാതെ തന്നെ യാത്ര അയക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. ഞാൻ വരുന്നില്ല അമ്മേ. എത്ര ശ്രമിച്ചാലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത് കൂടുതൽ കുഴപ്പമാവുകയുള്ളൂ. അമ്മ അവരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. അമ്മ, എൻ്റെ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞു. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയി തുടങ്ങും. അപ്പോ അച്ഛനോട് പറഞ്ഞോ നീ? അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും. കോളേജിൽ നിന്ന് മെയിലിട്ടിട്ടുണ്ടാവും. അച്ഛൻ കുറച്ച് ദിവസമായി അതൊന്നും ചെക്ക് ചെയ്യാറില്ല. അച്ഛനോട് പറഞ്ഞിട്ട് പോയാൽ മതി നീ. അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോവുമ്മ. ഇവിടെ നിന്നാ എനിക്ക് നിങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കേണ്ടി വരും. അമ്മ പേടിക്കണ്ട. കോളേജിൽ പോയി തുടങ്ങിയെന്ന് വെച്ച് മാളുമായിട്ട് പഴയ പോലെ ഞാൻ അടുപ്പത്തിനൊന്നും പോവില്ല. സ്വയം ഒഴിഞ്ഞു മാറാനും ഒഴിവാക്കാനും ഞാൻ ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. അച്ഛനോട് പറയൂ, ഇനി ആ പേടി വേണ്ടെന്ന്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അശ്വതി. ആദ്യമായിട്ട് വന്നിട്ട് ആരെയും കാണാൻ പറ്റിയില്ലല്ലോ ടീച്ചറിന്. അത് സാരല്ലെന്നേ, ഞങ്ങളിനി കുറച്ചുകാലം ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരും ഉള്ളപ്പോ ഇടയ്ക്ക് ഇറങ്ങാം. എല്ലാരോടും അന്വേഷണം പറയണേ. ആ ശരി, കാണാം. ശരി ആന്റി. ശരി മോനെ. വാ. ആ കുട്ടി എന്താ നമ്മളോടൊന്നും പറയാതെ പോയി കളഞ്ഞേ? അതാ ഞാനും ആലോചിച്ചത്. രാവിലെ അതിനെ കണ്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എല്ലാവരോടും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് അതിന്റെ പെരുമാറ്റം. അശ്വതി ആന്റിയോടും അത്ര കാര്യമായിട്ടൊന്നും സംസാരിച്ചു കണ്ടില്ല. ഞാനും അത് ശ്രദ്ധിച്ചു. അപ്പുവിനോട് അശ്വതിക്ക് ഒരു താല്പര്യക്കുറവുള്ളതുപോലെ. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ മമ്മി പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാനും ഇതൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. എവിടെയോ എന്തോ ചില തകരാറുള്ളതുപോലെ. എന്തെങ്കിലും ആകട്ടെ, ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് കാണാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യം. നീ വാ. ഹലോ അശ്വതി. ആ മുരളിയേട്ടൻ തിരക്കിലാണോ? എനിക്ക് നമ്മുടെ 4-5 സൈറ്റിലേക്കൊന്ന് പോണം. നീ എന്താ വിളിച്ചത്? ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആര്? നമ്മുടെ ഡെയ്സി ടീച്ചറും മോനും വന്നിരുന്നു. ഓ, നമ്മുടെ കോയമ്പത്തൂരുണ്ടായിരുന്ന ഡെയ്സി ടീച്ചറോ? ആ അതേന്നേ. ടീച്ചറുടെ മോൻ ഇവിടെ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഇനിയിപ്പോ കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അവര് വിപിയുടെ വീട്ടിൽ പോയിരുന്നോ? അവിടെ കയറിയിട്ട് എങ്ങോട്ട് വന്നത്. കൂടെ അപ്പു ഉണ്ടായിരുന്നു. അപ്പുവിന്റെ കാര്യം അവര് വല്ലതും? ഞാനായിട്ടൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അപ്പു ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അതില് ടീച്ചർക്ക് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളായിട്ട് ആരോടൊന്നും പറയാൻ പോട്ടാ. ശരി, ഞാൻ വിളിക്കാം. ബിപി, അപ്പു ഇങ്ങെത്തിയോ? അവള് വന്നല്ലോ. ഹോ, ഒന്നും പറയാതെ പെട്ടെന്ന് അവള് പോന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇനി ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയത് അവൾക്ക് ഇഷ്ടമായില്ലെന്ന് വിചാരിച്ചു. അവൾക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല ഡേസി. ഇന്ന് അവള് ടോട്ടലി മൂഡ് ഓഫ് ആണ്. അതുകൊണ്ടാ. എന്തുപറ്റി? കാര്യമായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. അവൾക്ക് മൈഗ്രെയിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വന്നപാടെ തലവേദനിക്കുന്നു പറഞ്ഞ് റൂമിൽ പോയി കിടക്കുക. എങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, പാവം. അല്ല, മുരളി ഉണ്ടായിരുന്നു അവിടെ? ഞങ്ങൾ ചെന്നപ്പോഴേക്കും മുരളി ഇറങ്ങിയിരുന്നു. പിന്നെ അശ്വതിയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോന്നു. അശ്വതിക്കും എന്തോ വൈകാരിക പോലെ തോന്നി. അശ്വതിക്ക് നല്ല സുഖമില്ലല്ലോ, അതിന്റെ ആവും. അപ്പവും ആളും ഒരു ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ. എന്നിട്ട് അപ്പു എന്താ ഇന്ന് ക്ലാസ്സിന് പോകാത്ത?
മാളവിക ക്ലാസ്സിന് പോയെന്ന് അശ്വതി ആന്റി പറഞ്ഞു. അത് ഈ മൈഗ്രെയിൻ കാരണം ലീവ് എടുത്തതാ. കുറച്ചുനാൾ എനിക്കും ഉണ്ടായിരുന്നു ഈ ഉപദ്രവം. അത് വന്നാ പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് പോയാ പോരെ ഡേസി? ഏയ് വേണ്ട ഗീത, അതൊക്കെ പിന്നൊരു ദിവസമാകാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം ഇറങ്ങാം. അതെ അതെ, എല്ലാവരുടെയും അസുഖം അസ്വസ്ഥതയൊക്കെ മാറിയിട്ട് നമുക്കൊരു ദിവസം കൂടാ അങ്കിൾ. അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. പോട്ടെ വിജയ്. ശരി എന്നാ. ശരി. ഓക്കെ അങ്കിൾ. ഹലോ, എവിടെ പോവാ? ഒന്ന് നിന്നേ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അല്ല, സസ്പെൻഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലായിരുന്നാ ടൂറിലായിരുന്നാ? അടിച്ചു പൊളിച്ചാ മോളെ? ആകെ മൊത്തം ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ മോളെ. സുഖചികിത്സ വല്ലതും നടത്തി കാണും മച്ചു. ആ ഹലോ, ഇതെന്നാ പോക്കാ മോളെ? ഞങ്ങൾ ഇത്രയും പേര് എസ്കോർട്ട് വന്നിട്ടും ഒരു മൈൻഡ് ഇല്ലാതെ. അത് ശരിയാട്ടോ. ഫാൻ ഫോളോവേഴ്സിനെ ഇങ്ങനെ നിരാശപ്പെടുത്തല്ലേ മോളെ. ദൈവകോപം കിട്ടും. എന്താ എല്ലാവരുടെ ഉദ്ദേശം? ചുമ്മാ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കൊച്ചു ക്യാമ്പസിലേക്ക് വരുമല്ലേ, റീ എൻട്രി ഒന്ന് കളറാക്കാന്ന് വെച്ചു. ഈ സസ്പെൻഷനിലൊന്നും മോള് വിരളുന്ന ടൈപ്പല്ലെന്ന് ആ പ്രിൻസി ഒന്ന് ബോധിപ്പിക്കണ്ടേ? കൊച്ചിന്റെ പുതിയ ഗെറ്റപ്പ് ഒക്കെ കൊള്ളാലോ. പൊളിയാണല്ലോ മോളെ. മതി മച്ചു സുഖിപ്പിച്ചേറിൽ നിർത്തിയത്. എക്സ്ക്യൂസ് മീ. എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ് ടു ഓൾ. എല്ലാവരോടുമായി ഇനി ഒരു കാര്യം പറയാണ്. ഞാൻ ഈ ക്യാമ്പസിൽ വന്നത് പഠിക്കാനാണ്. ഞങ്ങളും അതിന് തന്നെ നമ്മളെ വന്നിരിക്കുന്നത്, അല്ലാതെ സിനിമ പിടിക്കാനൊന്നും അല്ല. നിങ്ങളുടെ വരവും എൻ്റെ വരവും തമ്മിൽ വ്യത്യാസമുണ്ട് ബായി. നിങ്ങൾക്ക് സിനിമ പിടിക്കാം, കുത്തിമറിയാം, ബിയർ കുടിക്കാം, പ്രേമിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്കതിലൊന്നും താല്പര്യമില്ല. ആരെയും ഉപദ്രവിക്കാതെ, ആരുടെ കാര്യത്തിൽ ഇടപെടാതെ, സ്വന്തം കാര്യം മാത്രം നോക്കി ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ചേട്ടന്മാരോട് സ്നേഹമായിട്ട് പറയുക, പ്ലീസ് ഉപദ്രവിക്കരുത്. ഞാനൊന്ന് ജീവിച്ച് പോയിക്കോട്ടെ. ഓക്കെ?